പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ അന്വേഷണം നടത്താനുള്ള സർക്കാർ നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം.പി. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സർക്കാരിന്റെ വെറും ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണിതെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. പ്രളയബാധിതർക്ക് ആശ്വാസമേകാൻ നടപ്പിലാക്കിയ പുനർജനി പദ്ധതിയെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. സർക്കാരിന്റെ പരാജയങ്ങൾ മറച്ചുവെക്കാനും തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനുമാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ക്ലോസ് ചെയ്തൊരു സ്ഥാനത്തെ പുനർജനിപ്പിക്കാനും വാർത്തയുണ്ടാക്കാനും ഇന്നത്തെ ദിവസങ്ങളുടെ ക്യാമ്പൊക്കെ നടക്കുമ്പോൾ അതിനെ ഡീവിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. യഥാർത്ഥത്തിൽ ഒരു എലക്ഷൻ സ്റ്റണ്ടാണ്, വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണ് അവർക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. കാരണം അതിലൊന്നും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 5 വർഷമായിട്ട് അവർ എന്തെല്ലാം ശ്രമങ്ങൾ നടന്നു. അവരുടെ തന്നെ വിജിലൻസും അതിൻ്റെ സംവിധാനങ്ങളും ഹോം സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിലെടുത്ത നിലപാട് എന്താണെന്നൊക്കെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും നിങ്ങൾ അവരൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളുകളാണ്. ഒന്നും ഇല്ലാത്തൊരു സാധനത്തെ ഇപ്പോൾ ഒരു വാർത്ത ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വെറുതെ അതിൽ തന്നെ പറയുന്ന ഇപ്പോൾ നിങ്ങൾ പിന്നെ വായിച്ച വാർത്തയിൽ തന്നെ പറയുന്നത് 1 വർഷം മുമ്പ് എങ്ങാണ്ട് ഉണ്ടായതാണ്. അപ്പോൾ അത് മുന്നോട്ട് പോകാൻ നിയമപരമായി നിലനിൽക്കില്ല എന്നുള്ളത് കൃത്യമായി അറിയുന്നത് കൊണ്ട് അവിടെ മൂടിവെക്കപ്പെട്ട സാധനം ഇപ്പോൾ ഇലക്ഷനോട് അടുക്കുമ്പോൾ മറ്റൊന്നും പറയാനില്ലാത്തത് ഭരണം ക്ലോഷറിലേക്ക് നീങ്ങുമ്പോൾ ക്ലോസ് ചെയ്യപ്പെട്ട സാധനങ്ങൾ പൊക്കിയെടുത്തിട്ടാണെങ്കിലും ഒരു ഇലക്ഷൻ സ്റ്റണ്ട് നടത്തി നോക്കാനുള്ളതാണ്. 100% വിഫലമായ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഏർപ്പാടായിരിക്കും. വിദേശ ഫണ്ട് സ്വീകരിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന വിജിലൻസ് ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് കോൺഗ്രസ് നിലപാട്. അന്വേഷണത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. അവരുടെ ആശങ്കയല്ലേ വെളിവാകുന്നത്, അവരുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാവില്ല. അവരല്ലേ കൂടുതൽ എക്സ്പോസ്ഡ് ആണ്. ഞങ്ങൾക്ക് UDF ഒരാശങ്കക്കാലത്തിൽ ഇലക്ഷൻ സ്റ്റണ്ടാണ്, അത് ദയനീയമായി പരാജയപ്പെടും. ഇന്നത്തെ ദിവസത്തെ വാർത്താ ഡീവിയേഷനുള്ള ശ്രമങ്ങളാണ്. ഞങ്ങളതൊന്നുമല്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഭരണം ക്ലോഷറിലേക്ക് എത്തിയൊരു ഗവൺമെന്റിന്റെ അവസാനത്തെ അടവുകളിലൊന്നും ഇനി വരാണ്ടാവുമായിരിക്കും. ഇങ്ങനത്തെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ജനങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഒരു മാസം പിന്നെ 1.5 മാസം മാത്രം ഇലക്ഷൻ ഡിക്ലറേഷൻ കാത്തിരിക്കുമ്പോൾ ഈ നടത്തുന്ന നാടകങ്ങളൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഒന്നുമില്ലാന്ന് അവർ തന്നെ ഭരിക്കുമ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ പ്രൊസീഡ് ചെയ്യാൻ കഴിയാതെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്ന സ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ വാർത്തയാക്കാൻ ശ്രമിക്കുന്ന ഇലക്ഷൻ സ്റ്റണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്നു. അത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ദയനീയമായി പരാജയപ്പെടുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകൾ, ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അതീവ ഗൗരവമായിട്ട് നിലനിൽക്കുകയാണ്. അതിൻ്റെ ഫർദർ ആക്ഷൻസാണ് ഗവൺമെൻറ്റിൽ നിന്നുണ്ടാവേണ്ടത്, SIT നിന്നുണ്ടാവേണ്ടത്. അതിനെ തടസ്സപ്പെടുത്താൻ നടക്കുന്ന ശ്രമങ്ങൾക്കാണ് അറുതി ഉണ്ടാവേണ്ടത്. അതിൻ്റെ ക്ലാരിറ്റിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടത്. അത് ഞങ്ങൾ ചോദിക്കും. പ്രതിപക്ഷ നേതാവ് ചോദിക്കും, KPCC പ്രസിഡന്റ് ചോദിക്കും, KC ചോദിക്കും, UDF ചോദിക്കും. ആ ഉത്തരങ്ങൾക്ക് പകരം ഇത്തരം കൊഞ്ഞനമുത്തലുകൾ കൊണ്ട് കാര്യമുണ്ടാകും. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.